Hi, I am Roger Zeus, Managing Director of Alpha Academy and Genius Integrated School Alappuzha. 2025 കേരളത്തിലെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകൾ ആർക്കിടെക്റ്റ് കോഴ്സുകൾ ഈ 4 സെക്ടറിലേക്കും അഡ്മിഷൻ ലഭിക്കാൻ കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റിലൂടെ നമുക്കറിയാം ckerala.org.in എന്ന വെബ്സൈറ്റിലൂടെ വേണം ഒരു കാൻഡിഡേറ്റ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് ഈ 4 സെക്ടറിലേക്കും അഡ്മിഷൻ ഉറപ്പാക്കുവാൻ. ഇതിൽ എഞ്ചിനീയറിംഗ് സെക്ടറിന് കീമിൻ്റെ തന്നെ എക്സാമിനേഷൻ കാൻഡിഡേറ്റ്സ് എഴുതണം. നീറ്റ് മെഡിക്കൽ സെക്ടറിലേക്കാണെങ്കിൽ നീറ്റ് എക്സാമാണ് എഴുതേണ്ടത്. ബി ഫാമിൻ്റേതായ കീമിൻ്റെ എക്സാമിനേഷൻ തന്നെയാണ് എഴുതേണ്ടത്. ആർക്കിടെക്റ്റ് സെക്ഷനിലേക്ക് വരുമ്പോൾ നാറ്റ എക്സാമിനേഷനാണ് എഴുതേണ്ടത്. ഇങ്ങനെ ഈ 4 സെക്ടറിലേക്ക് നമുക്ക് കേരളത്തിൽ ഒരു അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ കീമിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വിശദമായിട്ട് തന്നെ ഈ ഓൺലൈൻ പ്രോസസ്സിങ്ങിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരു വെബ്സൈറ്റിൽ എൻ്റർ ആയതിനു ശേഷം കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ മുതൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യേണ്ടത് എന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. ഇതിനോടൊപ്പം എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളും ഒരു സിസ്റ്റം വൈസ് തന്നെ എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഫില്ല് ചെയ്യേണ്ടതെന്നുള്ള പ്രൊസീജിയറിലേക്ക് നമുക്കൊന്ന് പോകാം. കീം 2025 ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്ന സ്റ്റെപ്സ് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ചൂസ് ചെയ്യേണ്ട വെബ്സൈറ്റ് c.kerala.gov.in എന്നുള്ളതാണ്. നമ്മൾ വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെയുള്ളൊരു വിൻഡോ ആണ് ലഭിക്കുന്നത്. ഇവിടെ നിങ്ങൾ പുതിയ യൂസർ ആണെങ്കിൽ ഇവിടെ രജിസ്റ്റർ ഹിയർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് വരുന്ന വിൻഡോയിൽ ആപ്ലിക്കേഷൻ സബ്മിഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് കാണിക്കുന്നുണ്ട്. മാർച്ച് 10 വരെ ആണ് നമുക്ക് ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് മാർച്ച് 15 വരെയാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസുകൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. രജിസ്ട്രേഷൻ ആവശ്യമുള്ള കാൻഡിഡേറ്റ്സിൻ്റെ അല്ലെങ്കിൽ പാരൻ്റ് ഇമെയിൽ ഐ ഡി, മൊബൈൽ നമ്പർ ഇവ യൂസ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു നമ്പറിലോട്ടായിരിക്കും നമുക്ക് OTP ലഭിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് എന്തെങ്കിലും റിസർവേഷൻസ് ഉണ്ടെങ്കിൽ അതും പറഞ്ഞിട്ടുണ്ട്. ആനുവൽ ഫാമിലി ഇൻകം എൻ്റർ ചെയ്യാനായിട്ടും ഇവിടെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനുശേഷം അടുത്ത സ്റ്റെപ്പായിട്ട് വരുന്നത് ആപ്ലിക്കേഷൻ ഫീ പേ ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇമേജസ് അപ്ലോഡ് ചെയ്യുക, അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യുക, ലാസ്റ്റ് വൺ അക്നോളജ്മെൻറ്റ് പ്രിൻ്റ് ചെയ്യുക. ഇത്രയും 5 സ്റ്റെപ്സുകളാണ് നമുക്ക് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാനായിട്ട് ആവശ്യമുള്ളത്. അതിനുശേഷം ഡിക്ലറേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ ഡിക്ലറേഷനും വായിച്ച ശേഷം ബോക്സിൽ നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് പ്രൊസീഡ് ഫോർ രജിസ്ട്രേഷൻ. ഇവിടെ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസുകളാണ് ഫില്ല് ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ നെയിം ഓഫ് ദ കാൻഡിഡേറ്റ്, അതായത് 10th മാർക്ക് ലിസ്റ്റിലുള്ളതുപോലെ വേണം കാൻഡിഡേറ്റിൻ്റെ നെയിം എൻ്റർ ചെയ്യാനായിട്ട്. നെക്സ്റ്റ് വൺ ഡേറ്റ് ഓഫ് ബർത്ത്, അതായത് 10th മാർക്ക് ലിസ്റ്റിൽ അനുസരിച്ച് വേണം ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യാൻ. നെക്സ്റ്റ് മൊബൈൽ നമ്പർ, കാൻഡിഡേറ്റിൻ്റെയോ അല്ലെങ്കിൽ പാരൻറ്റിൻ്റെയോ മൊബൈൽ നമ്പർ ഇവിടെ നമുക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. അതിനുശേഷം സെയിം മൊബൈൽ നമ്പർ തന്നെ നമ്മളിവിടെ കൺഫേം ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് ഇമെയിൽ അഡ്രസ്സ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇമെയിൽ അഡ്രസ്സ് കൺഫേം ചെയ്ത് കൊടുക്കുക. ഇനി അതിനുശേഷം നമ്മളുടെ പ്രൊഫൈലിൽ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നമ്മളൊരു ആൽഫ ന്യൂമറിക്കലായിട്ടുള്ള പാസ്വേഡാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത്. ആ സെയിം പാസ്വേഡ് തന്നെ നമ്മളിവിടെ കൺഫേം ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നമ്മളിവിടെ തന്നിരിക്കുന്ന ക്യാപ്ച നമ്മൾ ആക്സസ് കോഡ് ഇവിടെ നമ്മൾ ഈ ബോക്സിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് രജിസ്ട്രേഷൻ്റെ ഫസ്റ്റ് ഫേസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നമ്മളിവിടെ ഫില്ല് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസുകൾ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യും. ഈ ഡീറ്റെയിൽസുകൾ കറക്റ്റ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ ഇവിടെ എഡിറ്റ് ബട്ടൺ ഉണ്ട്. ആ എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് കറക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മളുടെ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണെങ്കിൽ നമ്മുടെ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്സ് ഇവയെല്ലാം കറക്റ്റ് ആണെങ്കിൽ നമുക്ക് കൺഫേം കൊടുക്കാവുന്നതാണ്. ഇനി നമ്മളുടെ നെയിമും ഡേറ്റ് ഓഫ് ബർത്തും ഇൻകറക്റ്റ് ആണെങ്കിൽ ഇനി വരുന്ന സ്റ്റെപ്സുകളിലൊന്നും തന്നെ നമുക്കത് കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് വേണം ഈ സ്റ്റെപ്പ് ചെയ്യാനായിട്ട്. എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ ഇവിടെ എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കറക്റ്റ് ചെയ്യുക. അതർവൈസ് നമുക്കിവിടെ കൺഫേം ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നമ്പറിലോട്ട് OTP വരും. ആ OTP നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മളുടെ ഫസ്റ്റ് ഫേസ്, രജിസ്ട്രേഷൻ്റെ ഫസ്റ്റ് ഫേസ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇവിടെ നമുക്കൊരു ആപ്ലിക്കേഷൻ നമ്പർ ലഭിച്ചിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻ നമ്പർ നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം ബാക്കിയുള്ള ഡീറ്റെയിൽസുകൾ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് പ്രൊസീഡ് ടു ഫിൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക.
നെക്സ്റ്റ് ഫിൽ ആപ്ലിക്കേഷൻ. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് അടുത്തതായിട്ട് വരുന്നത്. ഇവിടെ നമുക്ക് എൻജിനീയറിംഗ് കോഴ്സസ് ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു ബോക്സിൽ നമുക്ക് ടിക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ആർക്കിടെക്ചർ കോഴ്സ് ആവശ്യമുണ്ടെങ്കിൽ, അതായത് നാറ്റ കണ്ടക്ട് ചെയ്യുന്ന എക്സാം നമ്മൾ സെപ്പറേറ്റ് എഴുതുന്നുണ്ട്, അത് നമുക്ക് കേരളത്തിൽ സീറ്റ് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ആർക്കിടെക്ചർ കോഴ്സിൻ്റെ ഇവിടെ ടിക്ക് ചെയ്യേണ്ടതാണ്. അതിനുശേഷം മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സുകൾക്ക് വേണ്ടി നമ്മളിവിടെ ടിക്ക് ചെയ്യുക. ഓൾറെഡി നീറ്റ് അപ്ലൈ ചെയ്ത കുട്ടികളാണ് നമ്മൾ കീമിന് അപ്ലൈ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് കേരളത്തിൽ സീറ്റ് ആവശ്യമുണ്ടെങ്കിൽ, മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സുകൾക്ക് കേരളത്തിൽ സീറ്റ് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ടിക്ക് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് ഫാർമസി കോഴ്സുകൾക്ക് വേണ്ടി നമ്മൾ കീമിന് ഇവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് എൻജിനീയറിംഗ് കോഴ്സസിനും അതുപോലെ തന്നെ ഫാർമസി കോഴ്സസിനും സെപ്പറേറ്റ് ടെക്സ്റ്റ് നടത്തുന്നുണ്ട്. ഞാനിവിടെ 4 ടിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ദെൻ സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കുക. ഇവിടെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത്, ഇവിടെ നമുക്ക് വേണ്ട കോഴ്സുകളെല്ലാം ഇവിടെ തന്നെ നമ്മൾ ചൂസ് ചെയ്യണം. പിന്നീട് ഒരിക്കലും നമുക്ക് ഇവിടെ വീണ്ടും കോഴ്സുകൾ ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല. ഇനി നമ്മൾ എക്സാം സെൻറ്റേഴ്സുകൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് അടുത്തത് വരുന്നത്. നമ്മൾ ഇന്ത്യക്ക് ഔട്ട്സൈഡാണ് എക്സാം എഴുതുന്നതെങ്കിൽ നമ്മൾ സെൻറ്റേഴ്സ് ഔട്ട്സൈഡ് ഇന്ത്യ ചൂസ് ചെയ്യുക. അവിടെ നമുക്ക് ദുബായ് ആൻഡ് ബഹ്റിലാണ് എക്സാം സെൻറ്റേഴ്സ് ഉള്ളത്. ഇനി ഇന്ത്യയിലാണ് നമ്മൾ എക്സാം എഴുതുന്നതെങ്കിൽ സെൻറ്റേഴ്സിന് ഇന്ത്യ ചൂസ് ചെയ്യുക. ഇവിടെ നമുക്ക് 8 പ്രയോറിറ്റിയാണുള്ളത്. നമുക്ക് ഫസ്റ്റ് പ്രിയോറിറ്റി എവിടെയാണോ അവിടെ നമ്മൾ പ്രിയോറിറ്റി 1 ചൂസ് ചെയ്യുക. നമ്മൾ പ്രിയോറിറ്റി അനുസരിച്ച് വേണം നമ്മളിവിടെ ചൂസ് ചെയ്യാനായിട്ട്. ഏറ്റവും ആദ്യം നമ്മൾ പ്രിയോറിറ്റി കൊടുക്കേണ്ടത് നമുക്ക് ആവശ്യമുള്ള ഡിസ്ട്രിക്റ്റ് ആണ്. അങ്ങനെ നമുക്ക് 8 പ്രിയോറിറ്റിയും ഇവിടെ കൊടുത്തുകൊണ്ട് സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് ബേസിക് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ജെൻഡർ എൻ്റർ ചെയ്ത് കൊടുക്കുക, അതുപോലെ നാഷണാലിറ്റി എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് നേറ്റിവിറ്റി എൻ്റർ ചെയ്ത് കൊടുക്കുക, കേരളൈറ്റ് ആണോ അല്ലയോ എന്നുള്ളത്. നെക്സ്റ്റ് ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് ആധാർ നമ്പർ ഓപ്ഷനിലാണ്. അതിനുശേഷം ഫാദറിൻ്റെ ഡീറ്റെയിൽസ് മദറിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാം. അവരുടെ ഡിസ്ട്രിക്റ്റ്, അവരേത് ഡിസ്ട്രിക്റ്റിലാണ് ഉള്ളതെന്ന് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ പാരൻസിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഒക്യുപ്പേഷൻ, അതുപോലെ ഗാർഡിയൻ്റെ നെയിം, റിലേഷൻഷിപ്പ് ഗാർഡിയൻ, ഇതെല്ലാം നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുത്തുകൊണ്ട് സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കാവുന്നതാണ്. ഇനി നെക്സ്റ്റ് ഫേസ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇവിടെ മൊബൈൽ നമ്പർ, ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പെർമനൻ്റ് അഡ്രസ്സ്, കാൻഡിഡേറ്റിൻ്റെ പെർമനൻ്റ് അഡ്രസ്സ് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ആധാറിലുള്ള അഡ്രസ്സ് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് പെർമനൻ്റ് അഡ്രസ്സുമായിട്ട് സെയിം ആണെങ്കിൽ ഈ ബോക്സിൽ നമുക്ക് ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇതെല്ലാം ഫില്ല് ചെയ്ത ശേഷം നമുക്ക് സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് കാൻഡിഡേറ്റിൻ്റെ അക്കാഡമിക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇതിൽ ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് ക്വാളിഫയിങ് എക്സാമിനേഷൻ, ഇത് +2 ഓർ ഈക്വലൻ്റ് ആണോ അല്ലെങ്കിൽ ഡിപ്ലോമ വിത്ത് മാത്തമാറ്റിക്സ് ആണോ എന്നുള്ളത് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ +2 ഓർ ഈക്വലൻ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി വെദർ പാസ്ഡ് ഓർ അപ്പിയർ ഇൻ ദ ക്വാളിഫൈ എക്സാമിനേഷൻ, പാസ്ഡ് ആണെങ്കിൽ പാസ്ഡ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതർവൈസ് അപ്പിയർ ഇൻ ദ എക്സാം ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ബോർഡ് ഓഫ് സ്റ്റഡി ഇൻ +2 ഓർ ഈക്വലൻ്റ്, അത് ഏതാണെന്നുള്ളത് നമുക്കിവിടെ ചൂസ് ചെയ്യാം. ഞാനിവിടെ കേരള ഹയർ സെക്കൻഡറി ചൂസ് ചെയ്യുകയാണ്. നെക്സ്റ്റ് ക്വാളിഫൈ എക്സാമിനേഷൻ്റെ രജിസ്റ്റർ നമ്പർ ഇവിടെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് +2 ലെവലിൽ നിങ്ങൾ സാൻസ്ക്രിറ്റ് പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അതായത് മെഡിക്കൽ ഓർ അലൈഡ് കോഴ്സ് അപ്ലൈ ചെയ്യുന്നവർക്ക് മാത്രം ആപ്ലിക്കബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനാണിത്. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് പ്രീവിയസ് ഇയറിൽ നിങ്ങൾ കീമിന് അപ്ലൈ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഇനി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര പ്രാവശ്യം നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്ന് ഇവിടെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കാവുന്നതാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കമ്മ്യൂണൽ റിസർവേഷൻ ഡീറ്റെയിൽസ് ആണ്. കമ്മ്യൂണിറ്റി ക്ലെയിം ഫോർ എലിജിബിൾ റിസർവേഷൻ, അതായത് കമ്മ്യൂണിറ്റി, കാൻഡിഡേറ്റിൻ്റെ കമ്മ്യൂണിറ്റി നമ്മളിവിടെ സെലക്ട് ചെയ്യുക. നമ്മൾ കമ്മ്യൂണിറ്റി സെലക്ട് ചെയ്യുന്നതനുസരിച്ച് ജനറൽ ആണോ അത് അല്ലെങ്കിൽ OBC നോൺ ക്രീമി ലെയർ ആണോ, ഏതാണ് കമ്മ്യൂണിറ്റി എന്നുള്ളത് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ട് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാവുന്നതാണ്. കമ്മ്യൂണിറ്റി ഓഫ് ഫാദറിൻ്റെ കമ്മ്യൂണിറ്റി നമുക്കിവിടെ സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് മദറിൻ്റെ കമ്മ്യൂണിറ്റി നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ഇനി ചോദിച്ചിരിക്കുന്നത് ചൈൽഡ് ഓഫ് ആൻ ഇൻ്റർകാസ്റ്റ് മാരിഡ് കപ്പിൾ ഓഫ് ഹൂ വൺ ഈസ് SC ST,
അതായത് പാരൻസ് ഇൻ്റർകാസ്റ്റ് ആണോ അല്ലയോ എന്നുള്ളതാണ് ഇവിടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഇനി ഇൻ കേസ് SC/ST വിഭാഗത്തിൽപ്പെട്ട പാരൻസ് ആണ് എങ്കിൽ, ഇൻ്റർകാസ്റ്റ് പാരൻസ് ആണ് എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ റിസർവേഷൻ ലഭിക്കാവുന്നതാണ്. ഇത്രയും ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുത്തുകൊണ്ട് നിങ്ങൾ സേവ് ആൻഡ് പ്രൊസീഡ് ചെയ്യുക. ഇനി നെക്സ്റ്റ് അതർ റിസർവേഷൻ ഡീറ്റെയിൽസ് എന്നുള്ള ടാബാണ് ഓപ്പണായി വരുന്നത്. ഇവിടെ വളരെയധികം റിസർവേഷൻസുകൾ കൊടുത്തിട്ടുണ്ട്. ഈ റിസർവേഷൻസ് ഉള്ള കുട്ടികളാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് കാണുന്ന ബോക്സസിൽ ടിക്ക് ചെയ്യുക. നമ്മൾ കൊടുക്കുന്ന റിസർവേഷൻ അനുസരിച്ച് ഫൈനലി നമുക്ക് ഡോക്യുമെൻറ്റ്സുകൾ എൻ്റർ ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ക്ലെയിം ഇൻ റിസർവേഷൻ ഫോർ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി. നമുക്കതനുസരിച്ച് നമുക്ക് യെസ് ഓർ നോ കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ മൈനോറിറ്റി കോട്ട ക്ലെയിം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇവിടെ ക്രിസ്ത്യൻസ്, മുസ്ലിം, ജെയിൻ, ബുദ്ധിസ്റ്റ്, സിഖിസ്റ്റ്, പാർസിസ് ഇവരൊക്കെ മൈനോറിറ്റിയിൽ പെടുന്ന വിഭാഗക്കാരാണ്. ആണെങ്കിൽ നമുക്ക് യെസ് കൊടുക്കാം. ഇനി NRI കോട്ടയിൽ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമുക്കിവിടെ യെസ് കൊടുക്കാം. ഇനി NRI കോട്ടയായിട്ട് റിലേറ്റ് ചെയ്ത അടുത്ത ക്വസ്റ്റ്യൻ ആണ്, സ്പോൺസറുമായിട്ടുള്ള ആപ്ലിക്കൻ്റെ റിലേഷൻഷിപ്പ് അതെന്താണെന്ന് ഇവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇത്രയും ഡീറ്റെയിൽസുകൾ എൻ്റർ ചെയ്ത ശേഷം സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കാവുന്നതാണ്. ഇനി അടുത്ത ടാബിൽ വരുന്നത് ഇൻകം ഡീറ്റെയിൽസ് ആണ്. ഇവിടെ ആനുവൽ ഫാമിലി ഇൻകം നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഇൻകം സർട്ടിഫിക്കറ്റ് ഇല്ല എങ്കിൽ നിങ്ങളുടെ ഏകദേശം വരുമാനം നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുത്താലും മതി. അതുപോലെ തന്നെ റവന്യൂ ഡിസ്ട്രിക്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക, താലൂക്ക് ഓഫീസ് എൻ്റർ ചെയ്ത് കൊടുക്കുക, വില്ലേജ് ഓഫീസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മൾക്ക് ജനറൽ കാറ്റഗറി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളാണ് എങ്കിൽ എക്കണോമിക്കൽ വീക്കർ സെക്ഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്നവരാണ് എങ്കിൽ അതിനനുസരിച്ചുള്ള ഇൻകം നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഭാവിയിൽ അഡ്മിഷൻ കിട്ടുന്ന സമയത്ത് കോളേജുകളിൽ ഫീസ് കൺസെഷന് ഈ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് അക്കൗണ്ട് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. നമുക്ക് റീഫണ്ട് വരുന്ന കേസുകളിൽ അപേക്ഷകർക്ക് റീഫണ്ട് ലഭിക്കുന്നതിനായിട്ട് പാരൻസിൻ്റെയോ അല്ലെങ്കിൽ കാൻഡിഡേറ്റിൻ്റെയോ അക്കൗണ്ട് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ കാൻഡിഡേറ്റിൻ്റെ അല്ലെങ്കിൽ പാരൻറ്റിൻ്റെയോ അക്കൗണ്ട് ഹോൾഡർ നെയിം കൊടുക്കുക. അതുപോലെ തന്നെ ബാങ്ക് നെയിം, ബ്രാഞ്ച് നെയിം, ബാങ്ക് അക്കൗണ്ട് നമ്പർ, അതുപോലെ തന്നെ IFSC കോഡ് ഇതെല്ലാം കൊടുത്തുകൊണ്ട് സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കാവുന്നതാണ്. ഇനി അടുത്ത സ്റ്റെപ്പ്, നമ്മൾ ഇതുവരെ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസിനെ ബേസ് ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ ഫോം പ്രിവ്യൂ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ചൂസ് ചെയ്ത കോഴ്സസ് ഏതാണെന്ന് ഡിസ്പ്ലേ ചെയ്യുന്നു. ഞാനിവിടെ ചൂസ് ചെയ്തിരിക്കുന്ന എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, മെഡിക്കൽ ആൻഡ് ഫാർമസി ഈ 4 കോഴ്സുകളും ഞാനിവിടെ ചൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏതൊക്കെ എക്സാം സെൻറ്റേഴ്സാണ് ഞാൻ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്, അങ്ങനെ 8 എക്സാം സെൻറ്റേഴ്സുകൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കാൻഡിഡേറ്റിൻ്റെ ജെൻഡർ, നാഷണാലിറ്റി, നേറ്റിവിറ്റി ഇതുവരെയും നമ്മൾ കൊടുത്തിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസുകളും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഒബ്സർവ് ചെയ്യുക. ഇനി ഡിക്ലറേഷൻ വായിച്ച് നോക്കിക്കൊണ്ട് അതിന് കറസ്പോണ്ടിങ് വരുന്ന ബോക്സിൽ ടിക്ക് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ ആപ്ലിക്കേഷൻ ഫോം ഫൈനലൈസ് ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി സേവ് ആൻഡ് ഫൈനലൈസ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പ് ആപ്ലിക്കേഷൻ ഫീ പേ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് പേ ആപ്ലിക്കേഷൻ ഫീ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓൺലൈൻ പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക. പ്രൊസീഡ് ടു പേ കൊടുക്കുക. ഇവിടെ നമുക്ക് ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ ഏതെങ്കിലും ഒരു സോഴ്സ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഫീ പേ ചെയ്തതിന് ശേഷം കാൻഡിഡേറ്റ്സിൻ്റെ ഇമേജസ് അതുപോലെ ഡോക്യുമെൻറ്റ്സുകളെല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. കാൻഡിഡേറ്റിൻ്റെ ഇമേജസിൽ പാസ്പോർട്ട് സൈസുള്ള ഫോട്ടോയും അതുപോലെ തന്നെ സിഗ്നേച്ചറുമാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അതിനുശേഷം ഡോക്യുമെൻറ്റ്സുകൾ നമ്മൾ കൊടുത്തിരിക്കുന്ന റിസർവേഷൻ കാറ്റഗറീസിൽ പെട്ട കുട്ടികളാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സുകളെല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് ക്ലാസ് 10ൻ്റെ ഡോക്യുമെൻ്റ്, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ്, അതുപോലെ തന്നെ നേറ്റിവിറ്റി പ്രൂഫ് ഇതെല്ലാം മാർച്ച് 10 വരെയാണ് നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള സമയം. അതിനുശേഷം ബാക്കിയുള്ള ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലും റിസർവേഷൻ കാറ്റഗറിയിലുള്ള കുട്ടികളാണെങ്കിൽ ആ ഡോക്യുമെൻറ്റ്സുകളെല്ലാം മാർച്ച് 15 വരെ അപ്ലോഡ് ചെയ്യാനുള്ള സമയം KEAM 2025 അവസരം ഒരുക്കിയിട്ടുണ്ട്. ഡോക്യുമെൻറ്റ്സുകൾ എൻ്റർ ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഫൈനൽ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഈ സബ്മിറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ ഫോം പ്രിൻ്റ് എടുത്ത് കുട്ടികൾ കയ്യിൽ സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. ഇനി നമുക്ക് വീണ്ടും പ്രൊഫൈൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ ആപ്ലിക്കൻസുകൾ അവരുടെ ആപ്ലിക്കേഷൻ നമ്പറും നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്തുകൊണ്ട് വീണ്ടും നമുക്ക് പ്രൊഫൈൽ വിസിറ്റ് ചെയ്യാവുന്നതാണ്. ഇത്രയുമാണ് KEAM 2025 ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാനുള്ള സ്റ്റെപ്സ്. KEAM 2025 അറ്റൻഡ് ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും
ആൽഫയുടെയും ജീനിയസിൻ്റെയും പേരിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൽഫ അക്കാഡമിയുടെ ക്യാമ്പസിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ബെസ്റ്റ് ഓഫ് ലക്ക്. ഇങ്ങനെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത എല്ലാ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും നിങ്ങൾ ഈ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഡോക്യുമെൻറ്റ്സ് റിലേറ്റഡ് ആയിട്ട് ആപ്ലിക്കേഷൻ എൻട്രി ചെയ്യുന്നതിന് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന എന്ത് സംശയങ്ങൾക്കും ആൽഫയുടെ ക്യാമ്പസിലേക്ക് വിളിക്കാം. നിങ്ങൾക്കത് സ്വന്തമായിട്ട് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഇല്ലാത്തവരാണോ? തീർച്ചയായും ആൽഫ അക്കാഡമിയിലേക്കോ ആൽഫ ജീനിയസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലേക്കോ നിങ്ങൾക്ക് ക്യാമ്പസിലേക്ക് വരാം. ഒന്ന് വിളിച്ചിട്ട് വന്നാൽ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് കൊണ്ടുവരേണ്ടതെന്ന് പറഞ്ഞു തരും. അത്രയും ഡോക്യുമെൻറ്റ്സ് ആയിട്ട് വരുന്നവർക്ക് നമ്മുടെ ക്യാമ്പസിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഓൺലൈനായി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള എല്ലാ ഹെൽപ്പും ആൽഫ അക്കാഡമി നിങ്ങൾക്ക് ചെയ്തു തരും. ഈ സമയത്ത് തന്നെ ഓർക്കുക, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിനോടൊപ്പം ഈ എക്സാമിനേഷൻ വിൻ ചെയ്യാൻ നിങ്ങൾ എല്ലാവരും തന്നെ നന്നായി പഠിക്കുക. ഈ പഠിക്കുന്ന സമയത്ത് നമ്മുടെ കേരളത്തിലുള്ള വിദ്യാർത്ഥികളോ വിദേശത്തുള്ള വിദ്യാർത്ഥികളോ ആരുമാവട്ടെ, നിങ്ങൾക്കൊരു ഓൺലൈൻ സപ്പോർട്ടോടുകൂടി ഈ എൻട്രൻസ് പരീക്ഷകളിൽ വിജയിക്കാൻ ഏറ്റവും നല്ല ക്ലാസ്സുകൾ, അത് നീറ്റ് എക്സാമിനേഷനും കീം എക്സാമിനേഷനും കുസാറ്റ് എക്സാമിനേഷനും ഏതുമാവട്ടെ, നന്നായി പഠിക്കാനുള്ള സപ്പോർട്ട് ലൈവ് ക്ലാസ്സുകളിലൂടെ, ഹൈബ്രിഡ് ക്ലാസ്സുകളിലൂടെ വിദ്യാർത്ഥികൾക്ക് ആൽഫ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഓൺലൈൻ ക്ലാസ്സോ ഇതല്ലാതെ ഇനി ഓഫ്ലൈനായി ക്യാമ്പസിൽ വന്ന് ഹോസ്റ്റലിൽ നിന്ന് ടീച്ചേഴ്സിൻ്റെ കെയറോടുകൂടി പഠിക്കാനുള്ള ഓഫ്ലൈൻ ക്ലാസ്സും ആൽഫ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്രാഷ് കോഴ്സോ റിപ്പീറ്റർ ബാച്ചോ 10ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഒരു സ്ട്രെസ് ഫ്രീ ആയി പഠിക്കാനുള്ള ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ സിസ്റ്റത്തിൻ്റെ ക്യാമ്പസോ ഏതുമാവട്ടെ, നിങ്ങളെ ഏറ്റവും നന്നായി പഠിപ്പിച്ച് ഏറ്റവും നല്ലൊരു പൊസിഷനിലേക്ക് എത്തിക്കാൻ ആൽഫയുടെ വിവിധ പ്രോഗ്രാമുകളെക്കുറിച്ച് മനസ്സിലാക്കാനും ആൽഫയുടെ ക്യാമ്പസിലേക്ക് വരാം. ഇനി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ അപ്ഡേറ്റ്സുമായി നമുക്ക് വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.